ചടങ്ങുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നീട് ആൾക്കാരെ അതിലെങ്ങും പോകാൻ അനുവദിക്കത്തില്ല. അപ്പോൾ എങ്ങനെയോ ഒരു യാത്ര കഴിഞ്ഞൊരു കുറച്ചു പേര് അതിൽ വരികയും അമ്പലത്തിൻ്റെ വടക്കേ വശത്തോട്ട് അവർക്ക് വരണം. നോക്കുമ്പോൾ അവിടെ ഏതോ ഒരു വലിയൊരു രൂപം അവിടെ നിൽക്കുന്നതായിട്ട് ദേവപ്രശ്നം നടക്കുമ്പോഴേ ആചാര്യന് കബഡി വരും. സാധാരണ അവർ ശ്ലോകം ചെല്ലും, അതിനൊരു പരിധിയുണ്ട്. ഇത് ഏതാണ്ട് ഒരു 25 മിനിറ്റ് ഓളം ആചാര്യന് കബഡി ഇങ്ങനെ കറക്കിയിരിക്കും. കറക്കിക്കഴിഞ്ഞ് അദ്ദേഹം കണ്ണ് തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത അനുഭൂതി. ഞാൻ ഒരു 4-5 ദേവപ്രശ്നം ഏറ്റവും അമ്പലത്തിൽ മുമ്പ് നടന്നിട്ടുള്ളത് കണ്ടിട്ട് എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ 1000-കണക്കിന് 2000-കണക്കിന് 4000-കണക്കിന് പ്രസവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എല്ലാം നടത്തിയിരിക്കുന്നു. എനിക്ക് ഇതുപോലൊരു അനുഭൂതി വന്നിട്ടില്ല. ഞാൻ ഈ കബഡിയിൽ കൈവെക്കുമ്പോൾ എന്നെ ഒരു വലയം വന്നിട്ട് എന്നെ ചുറ്റിയിരിക്കുക. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഒരു സാധാരണ സ്ത്രീയല്ല. നിങ്ങൾ സംബോധന ചെയ്യേണ്ടത് വരെ ഈശ്വരിയെന്ന് ആശ്രയിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കുടികൊണ്ടിരിക്കും. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ ആ ഈശ്വരിയെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരി നിങ്ങൾക്ക് പ്രത്യക്ഷമാകും. നിങ്ങൾക്ക് എല്ലാ കാര്യവും ഓണാട്ടുകാരിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്ത് പിന്നെ അനിഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ അതിൽ ശാസിച്ചെന്ന് വിരിക്കും. രാമൻ അക്കിത്തിരിപ്പാടെന്ന് പറഞ്ഞ് വടക്കുള്ള ഒരു വൻ ജ്യോത്സ്യനാണ് നമ്മളിവിടെ ദേവപ്രശ്നത്തിന് കൊണ്ടു. അദ്ദേഹമാണ് ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ കൂടിരിക്കുന്ന ആളുകളുണ്ട് ജ്യോത്സ്യം ഇത് കേൾക്കാനായിട്ടും ഒക്കെയുള്ള ഒരു ദേവപ്രശ്നത്തിലുള്ള ആൾക്കാരിരിക്കുക. അപ്പം ആചാര്യൻ നവഗ്രഹ പൂജ നടത്തി. ഒരു ദേവപ്രശ്നം നടക്കുമ്പോൾ ആദ്യം നവഗ്രഹ പൂജ നടത്തും. അകത്ത് കയറി തന്ത്രി ആണ് നവഗ്രഹ പൂജ നടത്തും. നവഗ്രഹ പൂജ നടത്തിയിട്ട് പിന്നെ രാശി വെക്കും. സ്വർണ്ണ രാശി ഏതെങ്കിലും കുട്ടികളെ കൊണ്ട് ഒരു സ്വർണം കൊടുത്തത് എവിടെ വെക്കുന്നത്, അത് ആ കൊച്ചു വെക്കുന്നത് അവിടം വെച്ചാണ് അത് നിമിത്തം. എന്നിട്ട് കബഡി പാലിക്കഴുകി അത് തോർത്ത് കൊണ്ട് എല്ലാം റെഡി, പുതിയ തോർത്ത് കൊണ്ടെല്ലാം ഇതായിട്ട് തിരിച്ച് പിന്നെ വന്ന് എല്ലാ ആൾക്കാരും ഇരിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ തൊട്ട് ഫ്രണ്ട് വശത്ത് വന്ന് അവിടെ വെച്ചാണ് ഈ ദേവപ്രശ്നം നടക്കുന്നത്. അപ്പോൾ ദേവപ്രശ്നം നടക്കുമ്പോൾ നാനാഭാഗത്തെയും ജനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ആൾക്കാരും വെച്ചിട്ടങ്ങനെ ദേവപ്രശ്നം നടക്കുന്നു. അപ്പോൾ അന്നേരം ഈ ദേവപ്രശ്നം നടക്കുമ്പോഴേ ഈ കബഡി വയ്ക്കുന്ന ആദ്യം ഈ കബഡിയിലെ ആചാര്യൻ ഈ കബഡി വെക്കും. കബഡി കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ അവർ ശ്ലോകം ചെല്ലും, അതിനൊരു പരിധിയുണ്ട്. ഇത് ഏതാണ്ട് ഒരു 25 മിനിറ്റ് ഓളം ആചാര്യന് കബഡി ഇങ്ങനെ കറക്കിയിരിക്കും. കറക്കിക്കഴിഞ്ഞ് അദ്ദേഹം കണ്ണ് തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു അനുഭൂതി പോലെ. അത് ആരും ചോദിക്കാതെ അപ്പം പ്രശ്നം തുടങ്ങി ഏതാണ്ട് ഉച്ചയായപ്പം ഞങ്ങളിതൊന്ന് അറിയാനായിട്ട്, അപ്പം ഞാൻ ദേവപ്രശ്നം മുന്നേ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനിടയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് അദ്ദേഹം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെല്ലുകയും. അപ്പം ഞാൻ തന്നെയാണ് ചോദിക്കുന്നത്. ഞാനൊരു 4-5 ദേവപ്രശ്നം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങ് ഈ കബഡി വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കബഡി ഒരുപാട് സമയമൊന്ന് ആ കബഡി ഇങ്ങനെ നിന്ന് വേറുപെടാനുള്ള ഒരു ഇതുണ്ടായി. അത് ഞാൻ ഒരു 4-5 ദേവപ്രശ്നം ഏറ്റവും അമ്പലത്തിൽ മുമ്പ് നടന്നിട്ടുള്ളത് കണ്ടിട്ട് എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ 1000-കണക്കിന് 2000-കണക്കിന് 4000-കണക്കിന് പ്രസവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എല്ലാം നടത്തിയിരിക്കുന്നു. എനിക്ക് ഇതുപോലൊരു അനുഭൂതി വന്നിട്ടില്ല. ഞാൻ ഈ കബഡിയിൽ കൈവെക്കുമ്പോൾ എന്നെ ഒരു വലയം വന്നിട്ട് എന്നെ ചുറ്റിയിരിക്കുക. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അതേ രീതിയിലുള്ള ഒരു ആവരണം ഉണ്ടായി. അങ്ങനെ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് അത്രയും സമയം 10-25 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ണ് തുറന്നെങ്കിലും എനിക്കൊരു ഭയങ്കര ഒരു ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും ഞാനത് പറഞ്ഞില്ല. നിങ്ങൾ എന്നോട് ഇതിൻ്റെ സംശയം ചോദിച്ചല്ലോ,
അത് തന്നെ ദേവി നിങ്ങളെ തോന്നിച്ചു വിട്ടതായിരിക്കും. അന്ന് എനിക്കുള്ള അനുഭവം അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഒരു സാധാരണ സ്ത്രീയല്ല, നിങ്ങൾ സംബോധന ചെയ്യേണ്ടത് വരെ ഈശ്വരി എന്ന്. ഈശ്വരി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ഇപ്പം അമ്മയായിട്ട് നിങ്ങൾ അമ്മയെന്ന് വിളിക്കുന്നു, ഓരോ തരത്തിൽ വിളിക്കുന്നു. ഈശ്വരി എന്നുള്ള ഒരു സങ്കല്പം, ഈശ്വരി സാധാരണക്കാരിയല്ല. ഇത് ആശ്രയിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കുടികൊണ്ടിരിക്കുക. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത്, അമ്മയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു അതെല്ലാം ചെയ്ത് പൂജകളായാലും, അതുപോലെ തന്നെ അമ്മയ്ക്ക് ഓണാട്ടുകാരുടെ പൈതൃകം ആയിട്ടുള്ള കെട്ടുകാഴ്ചയായാലും, അതുപോലെ വിജയിപ്പായാലും പടഹാടി പ്രകാരമാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അതായത് ജ്യോത്സ്യം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ആ ഈശ്വരിയെ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരി നിങ്ങൾക്ക് പ്രത്യക്ഷമാകും. നിങ്ങൾക്ക് എല്ലാ കാര്യവും ഈ ഓണാട്ടുകാരിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരും. പിന്നെ അനിഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ കേട് കാണിക്കുന്നു, അതിൽ ശാസിച്ചെന്ന് ഇരിക്കും. അത് ചെറിയ രീതിയിൽ അമ്മ അതിനകത്ത് നിങ്ങളെ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ അമ്മയുടെ മക്കളാണെന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ അങ്ങോട്ടും പാലിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഇരുന്നിടത്ത് നിന്ന് എണീക്കുകയാണ്. എണീച്ചിട്ട് അങ്ങ് തൊഴുതോളുക. പിന്നീട് ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ദേവിക്ക് ഒത്തിരി കളരികളെന്ന് പറഞ്ഞാൽ ഇറക്കി പൂജ നടത്തുന്ന സ്ഥലം. ദേവിയെ ഇറക്കി വെച്ച് അവിടെ ഒക്കെ പുറപ്പെടാശാന്തി വന്ന് അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ക്ഷേത്രം. എല്ലാ കരയിലും ചെറിയ അവിടെ എഴുന്നള്ളിച്ചിരുത്തി ഇതെല്ലാം കാര്യങ്ങൾ നടത്തുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഈ അമ്മ ചെല്ലുന്നുണ്ട് എല്ലാ ദിവസവും ചെല്ലുന്നതിൻ്റെയൊക്കെ ഓരോ ആൾക്കാർ അത് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുരുതി ഒന്നാമത്തെ ഈ വൃശ്ചികം 1 തൊട്ട് 41 ദിവസം പുറങ്കളത്തിൽ ഗുരുതി. 41 ദിവസം അകത്ത് കളവെഴുത്തും പാട്ട് കഴിഞ്ഞാൽ പുറത്ത് ഈ കുലവാഴയൊക്കെ വെച്ച്, പഴയ കാലത്ത് കോഴിവട്ടം ആടുവട്ടമൊക്കെ ഉണ്ടായിരുന്ന പറയുന്നത്, അത് പിന്നെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുമ്പളങ്ങ മുറിക്കുന്നത്, ഈ കുമ്പളങ്ങ മുറിച്ച് വടക്കോട്ട് മാറുന്ന ഭാഗത്ത് ഇങ്ങനെ ഇതിൻ്റെ ചടങ്ങുകളെല്ലാം ചെയ്യും. ചടങ്ങുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നീട് ആൾക്കാരെ അതിലെങ്ങും പോകാൻ അനുവദിക്കത്തില്ല. അപ്പോൾ എങ്ങനെയോ ഒരു യാത്ര കഴിഞ്ഞൊരു കുറച്ചു പേര് അതിലെ വരികയും അമ്പലത്തിനകത്ത്, അമ്പലത്തിൻ്റെ വടക്കേ വശത്തോട്ട് അവർക്ക് വരണം. നോക്കുമ്പോൾ അവിടെ ഏതോ ഒരു വലിയൊരു രൂപം അവിടെ നിൽക്കുന്നതായിട്ടും ആട്, ഈ കോഴി, അതുപോലുള്ള കുറേ ഇത് അതിനടുത്ത് നിൽക്കുന്നതായിട്ടും അവർ കാണുക. അവരിങ്ങ് ഭയപ്പെട്ട് ഓടുകയും ചെയ്തു. അന്നേരം അവിടുത്തെ ഒരു പനയുണ്ടായിരുന്നു. ആ പനയിൽ വലിയൊരു തീഗോളം പോലെ ഒരു ഇത് കാണുന്നു. ഇതൊക്കെ കണ്ട് അവർ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കിഴക്കോട്ട് ഈ ദേവി സഞ്ചരിക്കുന്നതായിട്ട് പല വീട്ടുകാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അന്നേരം ഈ ചിലമ്പ് ഇങ്ങനെ വരുന്ന കിഴക്കൻ ഭാഗത്ത്, തെക്കൻ ഭാഗത്ത്, വടക്കൻ ഭാഗത്ത്, വടക്കോട്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്.